ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ച് എന്ന നിലയിൽ നന്നായിട്ട് തന്നെയാണ് ഗൗതം ഗംഭീർ ഇതുവരെ തുടങ്ങിയിരിക്കുന്നത്. ഈ വർഷം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിനെ ജേതാക്കളാക്കാൻ അദ്ദേഹത്തിനാകുകയും ചെയ്തു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഗംഭീറിന് കീഴിൽ മിന്നിക്കുകയാണെങ്കിലും ടെസ്റ്റിലെ റെക്കോർഡ് അത്ര മികച്ചതൊന്നുമല്ലായിരുന്നു. അവസാനത്തെ 2 ടെസ്റ്റ് പരമ്പരകളിലും തോറ്റതോടെ ഇന്ത്യക്ക് WTC ഫൈനൽ യോഗ്യതയും നഷ്ടമാവുകയുണ്ടായി. ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പര കോച്ച് എന്ന നിലയിൽ ഗംഭീറിന് ഏറെ നിർണായകമാണ്. ഇതിൽ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരിശീലക സ്ഥാനവും ചോദ്യം ചെയ്യപ്പെട്ടേക്കും. ഇതിനിടെ ഗംഭീറിന്റെ പരിശീലക സ്ഥാനത്തിന് വെല്ലുവിളിയുമായി മുൻ ഇതിഹാസ നായകനും BCCI പ്രസിഡന്റുമായിരുന്ന സൗരവ് ഗാംഗുലി ഇപ്പോൾ രംഗത്ത് വരികയാണ്. നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് സ്ഥാനത്തേക്ക് സൗരവ് ഗാംഗുലി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ താൻ കോച്ചാവാൻ തയ്യാറാണെന്ന് ദാദ പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ മനംമാറ്റം ഗൗതം ഗംഭീർ തീർച്ചയായും ഭയക്കുക തന്നെ വേണം. കാരണം ടീമിന് തിരിച്ചടികൾ നേരിടാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ പരിശീലക സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടും. ഗംഭീറിന് കീഴിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പ്രകടനം ടെസ്റ്റ് ആവർത്തിക്കാൻ ഇന്ത്യൻ ടീം പാടുപെടുന്നതിനിടെയാണ് ഗാംഗുലിയുടെ സർപ്രൈസ് എൻട്രി എന്നത് എടുത്തു പറയേണ്ടതാണ്. വാർത്താ ഏജൻസിയായ PTIയോട് സംസാരിക്കവെയാണ് മുഖ്യ കോച്ചാവാൻ തനിക്കും ആഗ്രഹമുണ്ടെന്ന് ദാദ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ കോച്ചാവുന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കാരണം എനിക്ക് പല വ്യത്യസ്തമായ റോളുകളും ലഭിച്ചിരുന്നു. 2013 വിരമിച്ച ശേഷം ഞാൻ CABയുടെ പ്രസിഡന്റായി മാറി. പിന്നീട് BCCIയുടെ പ്രസിഡന്റ് റോളും ഏറ്റെടുത്തു. ഭാവിയിൽ എന്താണ് കാത്തുവെച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. എനിക്കിപ്പോൾ 50 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നും നമുക്ക് നോക്കാം. ഞാനതിന് തയ്യാറാണ്. എവിടേക്കാണ് കാര്യങ്ങൾ പോവുകയെന്ന് നമുക്ക് കാണാമെന്നും ഗാംഗുലി വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചിന്റെ റോളിൽ BCCIയുടെ പിന്തുണ ഗൗതം ഗംഭീറിന് തന്നെയാണ്. 2027 ICC ഏകദിന ലോകകപ്പ് വരെയാണ് ടീമുമായി അദ്ദേഹത്തിന് കരാറുള്ളത്. പക്ഷെ അതുവരെ പരിശീലക സ്ഥാനം നിലനിർത്തണമെങ്കിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകൾക്കൊപ്പം ടെസ്റ്റിലും ടീം മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. ഗംഭീറിന് കീഴിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ മാത്രമേ ഇന്ത്യൻ ടീം ഇതിനകം ജയിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലാണ് ഇന്ത്യക്ക് ജയിക്കാനായത്. അതിനുശേഷം നാട്ടിൽ ന്യൂസിലൻഡുമായുള്ള 3 ടെസ്റ്റുകളും പരമ്പരയിൽ തൂത്തുവാരപ്പെട്ടത് ടീമിന് വലിയ നാണക്കേടായി മാറി. അതിനുശേഷം ഓസ്ട്രേലിയക്കെതിരായ 5 ടെസ്റ്റുകളുടെ പരമ്പരയിലും ഇന്ത്യക്ക് പരാജയം നേരിട്ടു. ഇതോടെയാണ് തുടർച്ചയായി 3-ാം തവണയും WTCയുടെ ഫൈനലിൽ കളിക്കുകയെന്ന ഇന്ത്യയുടെ മോഹം പൊലിഞ്ഞത്. ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പര ഗംഭീറിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. പരിശീലക സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഈ പരമ്പരയിൽ ഇന്ത്യ മിന്നിച്ചേ തീരൂ.